മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT മലയാളത്തിന്റെ സുഹൃതം. നിരവധി വീരഗാഥകൾ രചിച്ച് കാലവും കടന്ന് ഡിസംബറിന്റെ മഞ്ഞിൽ മറഞ്ഞു കഴിഞ്ഞു. പരിണാമത്തിന്റെ വെയിൽ വീഴുന്ന കാലത്തെ പശ്ചാത്തലമാക്കി സർഗാത്മക രചനകൾ നടത്തി കാലാതീതമായ അനുഭവങ്ങളിലേക്ക് മലയാളികളെ അനയിച്ച പ്രശസ്ത സാഹിത്യകാരൻ MT വാസുദേവൻ നായർ മലയാള കഥാസാഹിത്യത്തിന്റെ പെരുന്തച്ഛൻ. കേരളത്തിന്റെ സമകാലിക ജീവിതത്തിന്റെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം എഴുത്തിലൂടെ വരച്ചു കാട്ടി തലമുറകളിലൂടെ പരന്നൊഴുകിയ അക്ഷരങ്ങളുടെ നിളാപ്രവാഹം. മലയാളി മനസ്സകങ്ങളിൽ വാക്കുകൾ കോറിയിട്ട എഴുത്തുകാരൻ, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായ മലയാളത്തിന്റെ അക്ഷരകുലപതി, എഴുത്തിന്റെ രാജാവ്, വള്ളവനാടൻ ഭാഷയിലൂടെ മലയാള സംസ്കാരത്തെ സ്നേഹിക്കാൻ ഒരു തലമുറയെ പഠിപ്പിച്ച സ്നേഹമയായ സാഹിത്യകാരൻ. 9 നോവലുകൾ, 19 കഥാസമാഹാരങ്ങൾ, 54 തിരക്കഥകൾ, 6 സിനിമാ സംവിധാനങ്ങൾ, 2 സിനിമാ നിർമ്മാണങ്ങൾ, 21 സംസ്ഥാന അവാർഡുകൾ, പത്മഭൂഷൺ, ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, പത്മവിഭൂഷൺ, JC ഡാനിയൽ അവാർഡ്, അങ്ങനെ ഒരു മനുഷ്യായുസ്സിനെ നേടാവുന്നതിനപ്പുറം നേടി 2025 മറക്കാനാവാത്ത മധുര സ്മരണകൾ മലയാളികളുടെ മനസ്സിന് നൽകി മൺമറഞ്ഞു പോയ പ്രിയ സാഹിത്യകാരൻ MT വാസുദേവൻ നായർ. സാഹിത്യരംഗത്ത് സമാനതകളില്ലാത്ത വാഴ്ത്തലുകൾ നൽകിയ MT വാസുദേവൻ നായരോടുള്ള സ്നേഹസൂചകമായി 2025 ആണ്ടിലെ സെന്റ് ജോസഫ് LP സ്കൂളിന്റെ വാർഷികം അദ്ദേഹത്തിനായി സ്നേഹസമർപ്പണം ചെയ്യുന്നു. അസാധാരണമായ പ്രകടന മികവ് കൊണ്ട് അനശ്വരമാക്കി മനസ്സകങ്ങളിൽ കയറിയിരിക്കുന്ന മനുഷ്യ മനസ്സിന്റെയും ജീവിതത്തിന്റെയും ആഴങ്ങളും ആകാശങ്ങളും അനുഭവിപ്പിച്ച MTയുടെ ഏതാനും കഥാപാത്രങ്ങളെ രംഗത്ത് അവതരിപ്പിച്ചുകൊണ്ട് രംഗക്കേളിക്ക് സമാരംഭം കുറിക്കുന്നു. മുറ്റത്തെ മഹാമേരുവിൽ ജ്ഞാനപീഠസ്ഥനായി നിലവിന്റെ നിറസുകൃതങ്ങളിൽ സ്നേഹാക്ഷരം കുറിച്ച ഭാവഗായക നമോസ്തുതേ. ഓർമ്മദളങ്ങളിൽ അക്ഷരകാന്തിയാൽ ഇന്ദ്രജാലം തീർത്ഥമായ ദിനങ്ങളെ മഞ്ജുളരാഗവികാരഭാവങ്ങളെ ഉള്ളോർത്തിരിക്കുന്നു നാദവാഹക.